ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിലമ്പൂരിലെ ചെമ്മല ഫിഷ് ഫാമിലെ അലങ്കാര മത്സ്യം വളർത്തലും ആഹാരത്തിനുള്ള മത്സ്യം വളർത്തലും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളൊക്കെ കണ്ടത്. അതിൻ്റെ തുടർച്ചയായി ഈ എപ്പിസോഡിൽ കാണുന്നത് ഇവിടുത്തെ ഫാം ടൂറിസം മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഒട്ടനവധി സൗകര്യങ്ങൾ ഫാം ടൂറിസത്തിന് ഇവിടെയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണാം. ഷാജി, ഇതെന്ത് മീനാണ്? ഇത് ജയന്തി ഗൗരാമിയാണ്. ജയൻ ഗൗരാമിയ. ഇത് അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന. ഇത് പിന്നെ നമ്മുടെ നാടൻ മീനാണ്. ഇതൊക്കെ നമ്മള് കൊണ്ടുവന്ന് പിടിച്ചിടുന്ന നല്ല നല്ല ഭംഗിയുള്ള മീനുകൾ, നാടൻ മീനുകളുണ്ട്. ഇതിലേറെ ഭംഗിയുള്ള ശരിക്കും നാടൻ മീൻ. ഈ കൊച്ചി വരെയുള്ളതോ? അത് ടൈഗർ ഫിഷ് ഒക്കെ അലങ്കാരമായിട്ട്. അതുപോലെ ഇവിടെ ഓസ്കാർ തന്നെ 2 ഐറ്റം ഉണ്ട് ഇവിടെ. പിന്നെ അരോണ. ഇത് കോസ്റ്റ്ലി കമ്മിയുള്ളതാണ്. 9,000 കിട്ടും ഇതിന്. അതേപോലെ 2,000, 4,500 അങ്ങനെ. പിന്നെ ഇത് കോഴിക്കാർപ്പ് നമ്മൾ വളർത്തുന്നത്. ഇതിന് 2,000, 4,500 അല്ലേ? ഇത് 9,000. അതെന്താ ഇതിനേക്കാൾ വലുതല്ലേ? ഇത് പേള്, അത് സിൽവർ. അങ്ങനെ 2 ഐറ്റംസ് ആണ് ഇത് വരുന്നത്. ഇതിൽ ഗോൾഡനാണ് ഏറ്റവും വില കൂടി. ഇതിന് ഈ 2 ഐറ്റം ഇത് സാധാരണ സിൽവർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുന്നതിനാണ്. കളറിനനുസരിച്ച് 50,000, 1,00,000, 2,00,000 അതിന്റെ വില അങ്ങനെ. പിന്നെ ചൈന, ജപ്പാനിലൊക്കെ ഇതൊരു വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുന്നു. നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ. നമ്മളെ നാട്ടില് നമ്മളെ അടുത്തൊക്കെ ഉണ്ട്. കാരണം എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരുപാട് പേര് ഇതിൽ വിശ്വാസമുള്ളവരുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ്. അത് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങള്, അത് ഗോൾഡ് ഫിഷ്. അക്വേറിയത്തെ പറ്റി തന്നെ ഇത് പറയുന്നത് ഈ ജീവൻ, ജലം, വായു ഇത് 3ഉം കൂടി സമ്പർക്കം പുലർത്തുന്ന സാധനമാണ്. അത് വീടിന്റെ ഇന്ന ഭാഗത്ത് വെച്ചാൽ ഐശ്വര്യം വരും പറയുന്നത്. ഇങ്ങനെ ഇപ്പൊ പലരും ഇപ്പൊ അക്വേറിയം വെക്കല് കൂടുതൽ ആളുകൾ. ഏത് വീട് വെക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഇതേപോലെ ഒരു ചെറിയൊരു പോണ്ടൊക്കെ കെട്ടിയിട്ട് പിന്നെ ഈ ഷാർക്കിനെ കൂടുതൽ വലുതായിട്ട് ചാവില്ലല്ലോ, വലുതായിട്ട് കാണിക്കും ചെയ്യും. കാരണം മാസങ്ങൾ ചെയ്യുന്നതോടെ ഇത് വലുതായിട്ട് കാണും. അതല്ല അന്തരീക്ഷമായി ശ്വസിച്ചോളും. വെള്ളശാലം ചീത്തയാലൊന്നും ചാവത്തില്ല. ഈ പിള്ളേരൊക്കെ കൊണ്ടുപോയി വളർത്തിയ ഒരുപാട് ചത്തുപോയില്ലേ? പിള്ളേർക്ക് കൂടുതൽ കൊണ്ടുപോകുന്ന മീനുകൾ ഈ ഗോൾഡ് ഫിഷ്. പിന്നെണ്ട് അവർക്ക് ആഫ്രിക്കൻ മുഷ്, അതിന്റെ കുഞ്ഞുങ്ങളാണത്. അത് കൂടുതലായി ചെയ്യുന്നില്ല. അത് പിന്നെ എത്ര ചെറിയ ഇതിലിട്ടാലും അത്ര തീറ്റ എടുക്കുന്ന അത്ര വലുപ്പമാവും. നമ്മള് വലിയ അത്ര പോലെ ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീറ്റ ശരിക്കും കൊടുത്താൽ നമ്മൾ അത്ര വലുപ്പം. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ അതിന് വേറെ അതിനെ മാത്രമേ ഇടാൻ പാടുള്ളൂ, വേറെ ഒന്നും അതിൽ ചേർക്കാൻ പാടില്ല. അത് കോഴിക്കാർപ്പ്. അത് ഗോൾഡ്.
ഷാജി, ഈ പെഡൽ ബോട്ടുകളും ഹൗസ് ബോട്ടും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാ അല്ലേ? അതെ അതെ, ഇതിപ്പോ നമ്മളൊരു ഫാം ടൂറിസ്റ്റ് ആയിട്ടുള്ള കൊണ്ടുവരാനും അതുപോലെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു മിനി ഹൗസ് ബോട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് നമുക്ക് മീനുകൾ ഇതുണ്ടായതുകൊണ്ട്, പിന്നെ മീനുകൾക്ക് പരിക്ക് വന്നതുകൊണ്ട് പിന്നെ അത് ഒന്ന് വല്ല സൈഡാക്കി. പക്ഷെ ഇനിയിപ്പോ അത് വേറെ രീതിയിൽ ചെയ്യണമെന്ന് വെച്ചാല്, ഇപ്പോ ടൂറിസ്റ്റ് വരുമ്പോ നമ്മൾ അതിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്, അത് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട്. കാരണം മെഷീൻ വെച്ചതുകൊണ്ട് മീനിന് പരിക്ക്, പിന്നെ ഏതിപ്പോ ഡീസലായാലും മീനിന്. എറണാകുളത്ത് അശോക ഹോട്ടലിലൊക്കെ ഇതുപോലെ ബോട്ടിന് ഹൗസ് ബോട്ടിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അതുപോലെ നമ്മൾ ചെറിയൊരു, അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനി ആലപ്പുഴ ആക്കാനുള്ളൊരു, വല്ലപ്പുഴ മിനി ആലപ്പുഴ ആക്കാനുള്ളൊരു ശ്രമമാണ്. ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾ ഈ ചീനവലയിൽ പൊക്കി മീനൊക്കെ പിടിച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഈ ഇതിൽ പെഡൽ ബോട്ടിൽ സഞ്ചരിച്ച് മീനെ പിടിക്കാം അല്ലേ? പെഡൽ ബോട്ടിൽ സഞ്ചരിച്ച് നമ്മൾ തോണിയിൽ വെച്ചിട്ട് കൊടുക്കും. പെഡൽ ബോട്ടിൽ അവർക്ക് റിസ്ക് ആണ്. അപ്പൊ അവർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ ചൂണ്ട കൊടുത്തിട്ട് അവർക്ക് ചൂണ്ട കൊടുത്തിട്ട് ചൂണ്ടയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചൂണ്ടയൊക്കെ ഇവിടെ തന്നെ എടുത്തിട്ട് അവർക്ക് തന്നെ പിന്നെ താല്പര്യമുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ കൂടുതലാത്ത ടൈമാണെന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്നിട്ടോ ബോട്ട് തോണിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടോ ഒക്കെ ചൂണ്ടലിടാനുള്ള സൗകര്യം ചെയ്തു. അപ്പോൾ അവർ പിടിക്കുന്ന മീനിന് മീൻ പിടിക്കുന്നത് ഓർണൽ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ആവും. വില കൂടിയതാണെന്നുണ്ടെങ്കിൽ വില, അത് നമ്മളിപ്പോൾ വശിക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പൊള്ളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തന്നെ ചെയ്തു കൊടുക്കും. ഇനി അവർ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊണ്ടുപോകും, ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് പെഡൽ ബോട്ടിൽ ഇവിടെയൊക്കെ സഞ്ചരിക്കാം. അത് തന്നെ ഒരു രസമല്ലേ? പിന്നെ മീനെ ചീനവല പൊക്കിയിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ടോ സാധനം? പിള്ളേർ സ്കൂൾ കുട്ടികൾ എല്ലാവരും വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നത് വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും. അതായത് ഇപ്പൊ പിന്നെ സ്റ്റഡി ടൂറിന്റെ ഒക്കെ ടൈമാണ്. അപ്പൊ ഈ ടൈമിൽ തന്നെ ഒരു 4-5 സ്കൂൾ പോയി ഇവിടെ. വെറുതെ നീന്തൽ പഠിക്കാനുള്ളവർ വരുന്നുണ്ടോ? നല്ല സൗകര്യമാണല്ലോ. നീന്തൽ സൗകര്യം ഉണ്ട്, പക്ഷെ നമുക്കത് മീനുള്ളതുകൊണ്ട് നമുക്കൊരു അസൗകര്യമാണ് ശരിക്കും. മീന് വെള്ളം പിന്നെ ചളിയിളകി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതാകെ 3-3.5 അടി താഴ്ചയുള്ളൂ. ഈ താഴ്ച 3.5 അടി വെച്ചത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മീൻ പിടിക്കാൻ സൗകര്യമാണ്. കൂടുതൽ ആഴാക്കി കഴിഞ്ഞാൽ നമുക്കത് മീൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഇതിൽ വെള്ളം നിർത്തിയിട്ടുള്ളത്. ഇതിലൊന്നും മീൻ പിടിച്ച് കാണിക്കാമല്ലോ. ഇതിൽ പിടിച്ച് കാണിക്കാം. പിന്നെ സാറിന് വേറെ രീതിയിലുണ്ട്, അതുപോലെ അതൊക്കെ കാണിക്കാം. ഈ ടൂറിസ്റ്റ് വരുമ്പോ അവര് തന്നെത്താനാണോ ചവിട്ടി പോകണം? ഇത് വലിയവർക്ക് കുട്ടികൾക്കൊക്കെ ചവിട്ടാം അല്ലേ? ഇത് സാറേ ഇത് പിന്നെ മറിയുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിൽ മറിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തോണിയുള്ളൂ, ചെറിയ അവിടെ വഞ്ചിയുണ്ട്, അതാർക്കും അങ്ങനെ കൊടുക്കില്ല. ഇത് ഡയറക്ഷന് ഫസ്റ്റ് ഒന്ന് ചെറിയ ഫസ്റ്റ്, പിന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും സംഗതി. ഈ ടൈമില് നമുക്ക് ഡയറക്ഷൻ ഇതാണ്. ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ മീൻ കുഞ്ഞുങ്ങളെ ഇടുന്ന ഹാപ്പ, അവിടെ ആലപ്പുഴ ഹാപ്പ. ഇതിന്റെ സീസൺ കഴിഞ്ഞു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ താറാവും കൂടെ മുയല് എല്ലാം ഉണ്ട് അവിടെ ആലപ്പുഴയില്. ഒന്ന് നിങ്ങൾ പറഞ്ഞ ബിനോയ്, പിന്നെ ഒന്ന് സോണൽ നറോറ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് വലിയ തോതില് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ആളല്ലേ. ഏഞ്ചലിനെയൊക്കെ വളർത്തി കയറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഈ ടൈമിൽ വെള്ളം അളക്കുന്ന മീനൊക്കെ നല്ല കാര്യമാണ്. ഈ ഓളം കണ്ടില്ലേ, ചെറിയ ഓളം രീതിയിലുള്ള കാര്യങ്ങൾ. ഈ ഫാം ടൂറിസത്തിന് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ? ഗവൺമെന്റിൽ നിന്ന് കാര്യമായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും സഹായം കിട്ടിയിട്ടില്ല. ഇവര് ഫിഷറീസിന്റെ വകുപ്പില് നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ തരുന്നുണ്ട്, കട്ട്ല, രോഹു. അത് അല്ലാതെ പിന്നെ കാര്യമായിട്ടുള്ള സഹായങ്ങളും ഒന്നും. ഞാൻ കുറേയൊക്കെ എൻ്റെ ഉപ്പല്ല ടൈമിൽ തന്നെ കുറേ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതുവരെ നമ്മളൊരാളെ ഇത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ഒരു ഒന്നും കിട്ടാതെ ആയി പോകും. കാരണം ഒന്നും കിട്ടില്ല അവരൊക്കെ. അപ്പോൾ അത് വിചാരിച്ച് നിൽക്കലില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ആ ടൈം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ രീതിയിൽ സഹായങ്ങൾ ലഭിച്ച് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര ഉണ്ടാവുള്ളൂ, നിൽക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തരികയാണെങ്കിൽ അവർ തരാം. കാരണം ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഒരു പരിപാടി മലപ്പുറം ജില്ലയിൽ എനിക്ക് ഇവിടെ വേറെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. നിലമ്പൂർ ആർക്കും ഇല്ല.
വ്യത്യസ്തമായിട്ട് നമ്മൾ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളും പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മള് ആര്യട മുഹമ്മദ് പിന്നെ അർഷൗക്കത്ത് അവരൊക്കെ നല്ല പ്രോത്സാഹനം കാര്യങ്ങളും ഉദ്ഘാടനം നടത്തുന്നത്. ഇപ്പൊ പിന്നെ ബാക്കി പിന്നെ ഇവര് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനെ നമ്മള് മീറ്റിങ്ങും വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് കേറിയിട്ട് കുറച്ചു കാലം അപ്പൊ അവരും ചെയ്തു തരാന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അൻവർ MLA പ്രാവക്കകത്തുണ്ടല്ലേ? പ്രാവ് മുതലൊക്കെ ഉണ്ട്. അതല്ലാതെ ഏതാണ്ട് പക്ഷികൾ വെളിയിൽ നിന്ന് വരുന്നതല്ലേ? പറമ്പന്തയ്യൻ നമ്മുടെ നാട്ടിലെ പക്ഷി തന്നെയാണോ? അല്ലല്ല, ഇത് നാട്ടിലെ പക്ഷി. ദേശാടന പക്ഷി വരുന്നുണ്ട് ഇവിടെ. വരുന്നുണ്ടല്ലേ? വേറെ ഒരു കാക്കയുണ്ട് മുങ്ങാങ്കുഴിയിട്ട് പോകുന്നത്, കറുപ്പ്. അത് വലിയ കുഴപ്പമില്ല. അത് ഇടക്ക് വരും ഓരോന്ന്. അത് പക്ഷെ മീനെ ഭയങ്കരമായിട്ട് പിടിക്കും. നീർക്കാക്ക. ഈ ഫാം ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉഷാറാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ കൃഷിമന്ത്രി എനിക്ക് എന്നെ ഇവിടെ ആദരിച്ചു വന്ന്. അപ്പോ ഞാനൊരു നിവേദനം കൊടുത്തിട്ട് ആ നിവേദനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്തു തരാന്നുള്ള ഇതൊക്കെ സന്മനസ്സുണ്ട്. അപ്പൊ ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അവർക്കൊക്കെ വലിയ തിരക്കല്ലേ, ചെയ്തു തരാൻ നമുക്ക് അത്രയും ഉഷാറായി. കുറച്ച് സ്ഥലത്ത് ഈ താറാവിന് എപ്പോഴും ഇറങ്ങാം ആവശ്യമുണ്ടെങ്കിൽ. അല്ല, ഇവിടേക്ക് ഇറങ്ങും. ഇതിലെല്ലാവരും വരും. എല്ലാം വരും. മുട്ടിട്ട് കഴിഞ്ഞാല് ആ സൈഡിന് വെച്ച് അവിടെ ഇങ്ങോട്ട് വരില്ല. എന്തായാലും അവിടെ തങ്ങി നിൽക്കും. ഈ ഹാപ്പയിൽ ഇപ്പൊ മീൻ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ടോ? ഉണ്ടല്ലേ? ഓരോ സെക്ഷനായിട്ട് ഇടും. അതായത് നട്ടർ, വാള, പിന്നെ കട്ട്ലരോഹു, അതൊക്കെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് പിന്നെ അത് അവിടെ ഉണ്ട്. പിന്നെ ആ സൈഡില് കുറച്ച് ചാലുകളുണ്ട്. അടുത്ത വർഷം ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് ചാല്. അതാണ് ആര്യാട മുഹമ്മദൊക്കെ ഒന്ന് ഉദ്ഘാടനം നടത്തിയത്. അതെ. കളക്ടർ വർഷത്തിലെ പ്രാവശ്യം മത്സ്യക്കൊയ്ത്ത് ഉണ്ടാകുമ്പോ അവരൊക്കെ വരും. മന്ത്രിമാരൊക്കെ കാര്യങ്ങളൊക്കെ വരും പല ടൈമില്. ഇപ്പൊ മത്സ്യക്കൊയ്ത്ത് നിർത്തിയിട്ട് ഡെയിലിയുള്ള പരിപാടി ഞാൻ ആസ്വദം ചെയ്തു. കംപ്ലീറ്റ് മഴവെള്ളമാണ്. ഇതിൽ ഡയറക്റ്റ് ഇതിൽ പെയ്യുന്ന വെള്ളം. കാരണം പുറത്തുനിന്ന് വെള്ളം ഇതിലേക്ക് വരുന്നില്ല. അത് ഈ പുറത്തുനിന്ന് വെള്ളം വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓവർഫ്ലോ പോകാൻ ഒരൊറ്റ സൈഡ് മാത്രം തുറന്നിട്ട് കൊടുത്താൽ മതി. ഇത് പുറത്തുനിന്ന് വെള്ളം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർഫ്ലോ പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ. ഇതിപ്പോ അങ്ങനെ കണ്ടുപോകാനൊരു ഓവർഫ്ലോ ഒന്നും ഇല്ല. ഇതില് പെയ്യുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരില്ല. ഇത് ഇതിന്റെ ലാൻഡിങ്ങിന് ഉണ്ടാക്കിയേക്കണത് അല്ലേ? അതെ. ഇത് കഴിഞ്ഞ് വേനലാകുന്നതോടുകൂടി അങ്ങോട്ട് മാറ്റും. അവിടെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ വെള്ളം കറക്റ്റ് ആയിരിക്കും. ലാസ്റ്റ് കഴിഞ്ഞ വേനലിക്ക് ഒരു 10 ദിവസം മുന്നേ ബോട്ടിംഗ് ഒക്കെ നമ്മൾ നിർത്തി വെച്ചത്. അതുവരെ ബോട്ടൊക്കെ പോയിരുന്നു. ഈ വേനൽ എന്താന്ന് പറയാൻ പറ്റില്ല. ഇക്കൊല്ലം വലിയ വേനലായിരിക്കും കാലാവസ്ഥക്കാര് പറയുന്നത്. ആയിരിക്കും, തുലാവർഷം ഉണ്ടായില്ലല്ലോ.
ഷാജിക്ക് അടുത്ത ഞായറാഴ്ച ആളുകൾ വരുമ്പോൾ കൊടുക്കാനുള്ള മീനായോ? ഇത് അടുത്ത ഞായറാഴ്ച വരെ അത് ഒരു നാളത്തോടു കൂടി ഇത് ഏകദേശം തീർന്നു പോകും. ഇതിപ്പോ ഇന്ന് കൂടുതലായിട്ട് വലുതൊന്നും ശരിക്കും കിട്ടിയില്ലെന്ന്, വലുതൊക്കെ കുറെ പോയിട്ടുണ്ട്. ഇന്നൊരു കളി പോലെ ആയപ്പോഴൊരു ഞങ്ങൾ 4 പേരുണ്ടാകുമ്പോൾ കുറച്ചിലേറെ കൂടുതൽ, കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ കുറച്ച് കമ്മിയാ കിട്ടി. കുറെ വികസിപ്പിക്കണം കേട്ടോ നമ്മുടെ പരിപാടികള്. ഇവരൊക്കെ വരണം കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, TV-ലും പേപ്പറിലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ദിവസവും ഇവിടെ വന്ന് മാനേജറായിട്ട് ഇതൊക്കെ ഭരിക്കണം. പുള്ളി 2 ചാടിക്കലൊക്കെ ചാടിക്കണം കേട്ടോ. ചെറിയ മോളാണ്, ഒരാൾ സ്കൂളിൽ പോയതാ. ആണോ? 2 പേരാ. ഇവിടെ ഈ ഫാം ടൂറിസത്തിൻ്റെ രീതിയിൽ ആലോചിക്കുമ്പോൾ ഏത് വിധത്തിൽ വികസിപ്പിക്കാനാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയം? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ബോട്ടിങ്ങും പിന്നെ ഭക്ഷണ പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ അഭിപ്രായ പ്രകാരം എനിക്കൊന്നും കൂടി ഫാം ടൂറിസ്റ്റ് ആയിട്ട് എല്ലാ രീതിയിലും കുറച്ച് പച്ചക്കറികളും എല്ലാ രീതികളും വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യും. അത് പെട്ടെന്ന് അതിനുള്ള ഇത് രൂപരേഖ നിങ്ങൾ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വികസിപ്പിക്കണം, അതിനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ ആദ്യം നമുക്ക് കസ്റ്റമറിൽ നിന്ന് കുറവായിരുന്നു, ഇപ്പോൾ അതിന് കസ്റ്റമർ കൂടുന്നതനുസരിച്ച് നമ്മളിവിടെ മാറ്റങ്ങൾ ചെറിയ രീതിയിൽ വരുത്തുന്നുണ്ട്. അത് ഒന്നും കൂടി ഒരു ഈ ഫാം ടൂറിസ്റ്റ് ആയിട്ട് തന്നെ അതൊന്ന് വ്യത്യസ്തമായി ചെയ്യണമെന്ന്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇതിനൊക്കെ സഹായിക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാരെ ഇവിടെ കണ്ടു. അവരെയൊക്കെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ഒന്ന് വിളിക്കും. അപ്പോൾ ഇവരാണ് എൻ്റെ കൂട്ടുകാരും. ജ്യേഷ്ഠനുണ്ട് ഇവിടെ, പിന്നെ കുഞ്ഞഹമ്മദ് കുക്ക്, ഇവരതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്, അയൽവാസികൾ. ഇവരൊക്കെ എൻ്റെ സഹായികളാണ്. ഇത് ജ്യേഷ്ഠനാണ്, ബാബു എന്നാണ് വിളിക്കാറ്. അത് കുഞ്ഞഹമ്മദ്, അത് അവന് ഭയങ്കര കുറവാണ്, ഷാബ് പറയുന്ന ആള്. ഇത് മുന്ന, മുരളി, ജയമോന്, അരുണ്, ജിത്തു ആണ് എപ്പോഴും ബൈക്കിൽ ഇങ്ങനെ കറകളാണല്ലേ. ഇവരൊക്കെ എൻ്റെ സഹായികൾ. പിന്നെ അയൽവാസി തട്ടുകൂട്ടും നല്ലോണം കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ നമ്മളിത് കൊണ്ടു നടക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഫാം ടൂറിസ്റ്റ് മേഖലയായിട്ട് വളരും. ഒരു പ്രധാന കാരണം, നിലമ്പൂർ ഇതുപോലെയുള്ളൊരു സംരംഭം വേറെ എൻ്റെ അറിവിലില്ല. കേരളത്തിൽ തന്നെ പൊതുവെ ആളുകൾക്കെല്ലാം ഇപ്പോൾ ഒരു ടൂറിസം മനസ്ഥിതി കൂടി വരികയാണ്. സ്ത്രീകൾ പോലും ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരാ, വെളിയിലോട്ടൊക്കെ ഇറങ്ങണം, കാഴ്ചകൾ കാണണം എന്നൊക്കെയുള്ള മനസ്ഥിതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ അത് വളർത്തിയെടുക്കാനുള്ള ചുറ്റുപാടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് വളരട്ടെ. എല്ലാ ആശംസകളും. നിലമ്പൂരിലെ വല്ലപ്പുഴയിലുള്ള ചെമ്മല ഫിഷ് ഫാമിലെ ഫാം ടൂറിസം പ്രവർത്തനങ്ങളാണ് ഈ ആഴ്ചയിൽ നിങ്ങൾ കണ്ടത്. ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ അഭിവൃദ്ധി പ്രാപിപ്പിക്കാനാണ് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി അവരെ അറിയിക്കുക. ഭൂമിഗീതത്തിൻ്റെ ഉപാഖ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.